നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാമക്കാലയിൽ ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 14-കാരൻ മരിച്ച സംഭവത്തിൽ വാഹനമോടിച്ചയാൾ അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴുംപറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള ഷജീറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് വിഷയാധിഷ്ഠിതമല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. സർവകലാശാലകളുടെ പ്രവർത്തനം നിശ്ചലമാവരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും പക്വതയും അനുഭവ സമ്പത്തുമുള്ള രണ്ടുപേർ തമ്മിലാണ് സംസാരിച്ച് തീരുമാനത്തിലെത്തിയതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ മത്സരിക്കാനൊരുങ്ങി കെ മുരളീധരൻ. ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. വാർത്തകൾ വിശദമായി. ചാമക്കാലയിൽ ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 14-കാരൻ മരിച്ച സംഭവത്തിൽ വാഹനമോടിച്ചയാൾ അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴുംപറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള ഷജീറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ച് ജിപ്സി വാഹനം മറിഞ്ഞ് ചാമക്കാല സ്വദേശി പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ 14 വയസ്സുള്ള സിനാൻ മരിച്ചത്. കൂട്ടുകാരനുമൊത്ത് കടപ്പുറത്ത് എത്തിയതായിരുന്നു സിനാൻ. ഈ സമയത്ത് ഷജീർ കടപ്പുറത്ത് ജിപ്സി ഓടിക്കുന്നത് കണ്ട് ഇതിൽ കയറിയിരുന്നു. ജിപ്സി ഓട്ടത്തിനിടെ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തെറിച്ചു വീണ സിനാൻ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ പുറത്തെടുത്ത് ഇതേ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. സിനാന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് കയ്പമംഗലം പോലീസ് പ്രതിയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഷജീർ 10ഓളം കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI-മാരായ TV ഋഷിപ്രസാദ്, ജയകുമാർ, GSI ജെയ്സൺ, CPOമാരായ ആന്റണി, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, കയ്പമംഗലം. ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് വിഷയാധിഷ്ഠിതമല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. സബ്ജക്റ്റീവായ എല്ലാ വിഷയത്തെ കാണേണ്ടത് ഒബ്ജക്റ്റീവായാണ്. സംസ്ഥാനത്തിന്റെ നാളത്തെ തലമുറയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവർക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. കേരളത്തിലെ സർവകലാശാലകളുടെ ഏറ്റവും മികച്ച സ്വഭാവം മതേതരത്വമാണ്. അത് നിലനിർത്തി പോകാൻ ജാഗ്രത വേണം. സിസ തോമസ് എന്നെ കാണാൻ വന്നിരുന്നു, സഹകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. യഥാർത്ഥത്തിൽ മാറിയ കാലത്തിനനുസൃതമായ ഒട്ടേറെ പുരോഗമനാത്മകമായ നടപടികൾ ഉൾച്ചേരുന്ന ബില്ലുകളായിരുന്നു അവയൊക്കെ തന്നെ. ആ സാഹചര്യത്തിലൊക്കെ, ആ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. സംവാദാത്മകമാകാം, പക്ഷെ വിവാദങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇക്കാലത്ത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം സിസ തോമസ് എന്നെ കാണാൻ വന്നിരുന്നു, അവര് സഹകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ അവര് ഒപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതൊന്നും സബ്ജക്റ്റീവായ കാര്യങ്ങളല്ലല്ലോ, ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കാളും അനുഭവ സമ്പത്തുള്ളവരും ഓരോ തീരുമാനത്തിൻ്റെയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയും ജീവിതാനുഭവങ്ങളുള്ളവരുമൊക്കെ ആയ രണ്ടുപേർ തമ്മിലാണ് സംസാരങ്ങൾ നടന്നിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം, സംസ്ഥാനത്തിൻ്റെ നാളത്തെ തലമുറയെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് ഗുണകരമായിട്ടുള്ള നിലയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് നാം ശ്രമിക്കേണ്ടത്. സർക്കാർ നിരവധി തവണ സമവായത്തിന് ശ്രമിച്ചിട്ടും ഗവർണർ വഴങ്ങിയിരുന്നില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശം മാനിച്ചാണ് സമവായത്തിന് തയ്യാറായതെന്നും മന്ത്രി പറഞ്ഞു. സർവകലാശാലകളുടെ പ്രവർത്തനം നിശ്ചലമാവരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും പക്വതയും അനുഭവ സമ്പത്തുമുള്ള രണ്ടുപേർ തമ്മിലാണ് സംസാരിച്ച് തീരുമാനത്തിലെത്തിയതെന്നും അവർ തൃശൂരിൽ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ മത്സരിക്കാനൊരുങ്ങി കെ മുരളീധരൻ. ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് നീക്കം. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കെ മുരളീധരന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ലീഗിന്റെ സീറ്റായ ഗുരുവായൂരിന് പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകും.
സീറ്റ് വച്ചുമാറൽ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാക്കാനാണ് ആലോചന. ജനുവരി ആദ്യവാരത്തോടെ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനാണ് KPCC കെ മുരളീധരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നുവെങ്കിലും ഗുരുവായൂരിൽ മാത്രമാണ് UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതാണ് കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള അനുകൂല ഘടകം. നിലവിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണിത്. പ്രാഥമിക ഘട്ടത്തിൽ സീറ്റ് വെച്ചുമാറുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. അന്തിമ തീരുമാനമാണ് ഇനി വരാനുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക. ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട്. ഇങ്ങനെയാണ് ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകി ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി UDF. ഫെബ്രുവരിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രകടന പത്രിക പുറത്തിറക്കാനാണ് UDF തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 1 ലക്ഷം കടന്നു. 1,01,600 രൂപയായി. പവൻ ഇന്ന് കൂടിയത് 1,760 രൂപ. ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയായി. സ്വർണത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പണിക്കൂലിയും GSTയും കൂടി കണക്കിലെടുക്കുമ്പോൾ 1 പവൻ ആഭരണം വാങ്ങാൻ ഉപഭോക്താക്കൾ ചുരുങ്ങിയത് 1,15,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞതാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണമായത്. കൂടാതെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്തിയ മാറ്റങ്ങളും അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും വില വർധനവിന് ആക്കം കൂട്ടി. ആഗോളതലത്തിലെ യുദ്ധ സാഹചര്യങ്ങളും സാമ്പത്തിക അസ്ഥിരതയും നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നതിനും കാരണമായി. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ആഭരണ വിപണിയെ ബാധിക്കുമെന്ന ആശങ്ക വ്യാപാരികൾക്കുണ്ട്. വില വർദ്ധിക്കുമ്പോൾ വാങ്ങുന്ന അളവിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സ്വർണത്തിന്റെ നിക്ഷേപ മൂല്യം കണക്കിലെടുത്ത് വാങ്ങൽ തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ നേരിയ വർധനവിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം വ്യത്യസ്തമായി. നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ എഴുതിയ ക്രിസ്തുമസ് ട്രീ നിർമ്മിച്ചാണ് വിദ്യാർത്ഥികൾ ആഘോഷങ്ങൾ വ്യത്യസ്തമാക്കിയത്. പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നേടിയ അറിവുകൾ കുറിപ്പുകളാക്കി അവ ചേർത്ത് ഒട്ടിച്ചാണ് ക്രിസ്തുമസ് ട്രീ നിർമ്മിച്ചത്. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് 200 നല്ല ശീലങ്ങൾ എഴുതിയ കുറിപ്പുകൾ ഉപയോഗിച്ച് 7 അടി ഉയരത്തിലാണ് ക്രിസ്തുമസ് ട്രീ തയ്യാറാക്കിയത്. ഈ കുറിപ്പുകളിൽ ആരോഗ്യശീലങ്ങൾ, ഭക്ഷണശീലങ്ങൾ, പെരുമാറ്റശീലങ്ങൾ, ശുചിത്വശീലങ്ങൾ എന്നിങ്ങനെ വ്യക്തി വികസനത്തിന് ആവശ്യമായതും നാടിന്റെ വികസനത്തിന് ഉപയോഗപ്രദവുമായ സന്ദേശങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സമൂഹത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ ക്രിസ്തുമസ് ട്രീ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചു. പൊതുജനങ്ങൾക്ക് തങ്ങളുടേതായ ആശയങ്ങൾ എഴുതി ചേർക്കാനുള്ള അവസരങ്ങളും വിദ്യാർത്ഥികൾ നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ TS സുരേഷ് കുമാർ, സ്കൂൾ ലീഡർ KM ശ്രീനന്ദ, PTA പ്രസിഡന്റ് സുർമി നിസാർ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാമക്കാലയിൽ ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 14കാരൻ മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചയാൾ അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴുമ്പറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള ഷജീറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് വിഷയാധിഷ്ഠിതമല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. സർവകലാശാലകളുടെ പ്രവർത്തനം നിശ്ചലമാവരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്നും പക്വതയും അനുഭവ സമ്പത്തുമുള്ള 2 പേർ തമ്മിലാണ് സംസാരിച്ച് തീരുമാനത്തിലെത്തിയതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ മത്സരിക്കാനൊരുങ്ങി കെ മുരളീധരൻ. ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.